പറയൂ. ആലപ്പുഴ മണ്ഡലത്തിലെ രാഷ്ട്രീയം ആലപ്പുഴ മണ്ഡലത്തിലെ കൃത്യമായി തന്നെ ഇടതുപക്ഷത്തോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന മണ്ഡലം ആലപ്പുഴ. കെ സി വേണുഗോപാലിനോട് നിന്നുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ജനങ്ങൾ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എ എം ആരിഫിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. ഇത്തവണ അവർ ആ രീതിയിൽ തന്നെ നമുക്കറിയാം. ഈ കെ സി വേണുഗോപാലിനെ ഇവിടെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ രാജസ്ഥാനിൽ അവിടെ ഒരു BJP-യുടെ MP കിട്ടുന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം. തീർച്ചയായിട്ടും അതല്ല, അങ്ങനെയല്ല. അതിലല്ലോ നമുക്ക് ആലപ്പുഴയിൽ കൃത്യമായി തന്നെ ഇവിടെ ഇടതുപക്ഷത്തിന്റെ മനസ്സറിഞ്ഞ് വർത്തമാനം പറയാനും ഏതാവശ്യത്തിനും പ്രവർത്തിക്കാനും സാധിക്കുന്ന AMIF ഈ കഴിഞ്ഞ 5 വർഷക്കാലം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾക്ക് മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ കേന്ദ്ര ക്യാബിനറ്റ് പദവിയുള്ള ഒരു വകുപ്പായിരിക്കും മന്ത്രിമാർ ഉൾപ്പെടെ നേരത്തെ ആലപ്പുഴയിലെ കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞ മുമ്പത്തെ UPA ഗവൺമെന്റില് ആലപ്പുഴയിൽ നിന്ന് 6 മന്ത്രിമാരുണ്ടായിരുന്നത്. ആലപ്പുഴയ്ക്ക് എന്ത് പ്രയോജനം ഉണ്ടായത്? ഈ പറഞ്ഞ 5 മന്ത്രിമാരെ കൊണ്ട് ഉണ്ടാകാത്ത കാര്യങ്ങളാണ് ബൈപ്പാസ്, ആലപ്പുഴ ബൈപ്പാസ് ഇവിടെ പൂർത്തീകരിച്ചത് എ എം ആരിഫ് ആണ്, വേറെ ആരുമല്ല. അപ്പൊ അത്തരത്തിലുള്ള വികസനങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ജനപക്ഷമായിട്ടുള്ള ആരിഫ് ജയിക്കണം. ആര് ജയിക്കണം? എന്തുകൊണ്ട് ജയിക്കുന്നത് വെച്ചാൽ ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു നേതാവാണ് എ എം ആരിഫ്. ഈ NIA സ്പീക്കറെ ഒറ്റക്കക്ഷിയെ തെരയുമ്പം ഈ ആരിഫിന്റെ വോട്ട് കൂട്ടത്തില്ലല്ലോ കോൺഗ്രസിൽ. എങ്ങനെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ തെരയുമ്പോഴേ നിങ്ങൾ ആരിഫിനെയാണ് ജയിപ്പിക്കുന്നതെങ്കിൽ KCയെ പരാജയപ്പെടുത്തിയാൽ ഒരു അവസര നഷ്ടമാവില്ല. നിലപാടുന്ന സാധനം ഉണ്ടറിയാം. ഇന്നിപ്പോ ഇപ്പൊ CAA പോയപ്പോഴത്തേക്ക് നാട്ടുകാരൊക്കെ പറഞ്ഞു, ന്യൂനപക്ഷത്തെ പറഞ്ഞ കാര്യമുണ്ട്. നിങ്ങളുടെ കൂടെ ഞാൻ കണ്ടിരിക്കും, നിങ്ങൾക്കെതിരെ ഞാൻ പ്രവർത്തിക്കത്തില്ല, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ആ വിശ്വാസമാണ് ഹാരിഫ് അവിടെ കാണിച്ചത്. അത് കേസ് ഈ പറഞ്ഞ നിങ്ങളുടെ ഈ പറഞ്ഞ നമ്മുടെ കോൺഗ്രസിന്റെ UDF-ന്റെ ഒക്കെ ഏറ്റവും വലിയ നേതാവുണ്ടല്ലോ, പുള്ളി എന്താ 20-ാം തീയതി ഉച്ച കഴിഞ്ഞ് പറയാന്ന് പറഞ്ഞ ഇന്നിപ്പോ എത്ര ദിവസം അതിന്റെ ആലോചിച്ചാണ്. നിങ്ങൾ കുത്തി ചോദിക്കത്തില്ലേ ഓരോ കാര്യങ്ങൾ? അപ്പൊ NIA കാര്യങ്ങൾക്ക് ഉറപ്പുള്ള കാര്യം ന്യൂനപക്ഷത്തിനെ എങ്ങനെ ചതിക്കാൻ പറ്റുമോ അത് ചതിച്ചിരിക്കാൻ തന്നുകയും ഈ ചിരിച്ചുകൊണ്ട് ഈ എല്ലാ പല്ലും ചിരിച്ചുകൊണ്ട് KC വേണുഗോപാലിന് ഈ ആലപ്പുഴ ന്യൂനപക്ഷത്തെ ചതിക്കാൻ പറ്റുകയല്ല. എന്താണ് ഇന്ത്യ ഗവൺമെന്റിന്റെ തന്നെ ഒരു വിങ്ങാണ് സാമ്പിൾ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സാമ്പിൾ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പഠനത്തിൽ കാണിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ജീവിത ചെലവ് 10 ഇരട്ടിയായിട്ട് കൂടിയെന്ന്. 2014 നിന്ന് 2024 എത്തുമ്പോൾ 10 ഇരട്ടിയായിട്ട് കൂടുന്നു. ഇതിന് ഒരു മറുപടി പറയണ്ടേ? തീർച്ചയായിട്ടും ആലപ്പുഴ ആരിഫിനുള്ളതാണ്. ജോലിയുടെ കാര്യം BJP-യുടെ നേതാവിനോടാണ്. ശോഭാ സുരേന്ദ്രൻ 25 ലക്ഷം ഇല്ലാത്തതുകൊണ്ട് ഒരു പോസ്റ്റിംഗ് കൊടുക്കാത്ത BJP-ക്കാര് പിന്നെ എങ്ങനെ സാധാരണക്കാരൻ ജോലി കൊടുക്കുന്ന? ശോഭാ സുരേന്ദ്രന്റെ വോയിസ് സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമാണ്. 25 ലക്ഷം വേണം എനിക്ക് പ്രധാനപ്പെട്ട പോസ്റ്റ് പിടിച്ചെടുക്കാനാണ്. അങ്ങനെയുള്ള അതിനെക്കുറിച്ച് മറുപടി വേണം. അതുപോലെ ഇന്ത്യയിലെ എത്ര അഭ്യസ്ത വിദ്യരുണ്ട്, അഭ്യസ്ത വിദ്യർക്ക് ഇത് നേരത്തെ ഇദ്ദേഹം പറഞ്ഞ തോട്ടുപണിയാണോ BJP കൊടുക്കാൻ പോകുന്നത്? ആലപ്പുഴ ആരിഫിന് തന്നെ. ആലപ്പുഴ എന്താ അവസ്ഥ? 29 ലക്ഷം കോടി രൂപയാണ് ഈ പറഞ്ഞിട്ടുള്ള എന്റെ സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പേരെനിക്കറിയില്ല, ജിതിൻ സംസാരിച്ചതിൽ പറഞ്ഞു 29 കോടി രൂപ ആണ് ഇപ്പോൾ റേഷൻ വിഹിതത്തില് ഈ ഗവൺമെന്റിന് കൊടുക്കാതെ നട്ടലുള്ള കേരളത്തിന്റെ എന്താ പറയാ വളരെ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്ന പിണറായി സഖാവിന് ഫണ്ട് കൊടുക്കാതെ നിന്നുകൊണ്ട് പുലമ്പിക്കൊണ്ടിരിക്കുക. 29 കോടി എന്റെ അക്കൗണ്ടിൽ എന്റെ അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞിരുന്നു. അവര് തന്നില്ലല്ലോ. 15 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ എന്താണ് ആലപ്പുഴ മണ്ഡലത്തിന്റെ രാഷ്ട്രീയം? പറഞ്ഞോ. കേന്ദ്ര സർക്കാർ പദ്ധതികള് സ്വന്തം പേരിൽ ഫ്ലെക്സ് അടിച്ചു വെക്കുന്നതാണ് ഇവിടുത്തെ ആരിഫ് ആയാലും വേണുഗോപാൽ ആയാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കേന്ദ്രത്തിൽ നമുക്ക് നോക്കി അറിയാം വികസനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വികസനങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, നമുക്ക് എല്ലാ രീതിയിലും അടിസ്ഥാന സൗകര്യങ്ങൾ വികസനമായിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം ഫ്ലെക്സ് ബോർഡ് അടിച്ച് സ്വന്തം പേരിലാക്കി വെക്കുന്നതാണ് ഇവിടെ ആരിഫ് കാണിച്ചിട്ടുള്ള വികസനം എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാരെ കൊണ്ടുവന്നിട്ടുള്ളൂ എന്നുള്ളതാ. അതെ, തീർച്ചയായും 10 കൊല്ലം കൊണ്ടുള്ള വികസനം തീർച്ചയായും മാറും. ഒരു ഫോൺ കോളില് ഞങ്ങൾ വിചാരിച്ചാൽ ഒരുപാട് പെണ്ണുങ്ങളെ ശബരിമല കയറ്റാമെന്ന് പറഞ്ഞ ആളാണ് ആരിഫ്. അപ്പൊ ഇവിടുത്തെ ഹിന്ദുക്കളുടെ വിശ്വാസം കൂടെ മാനിക്കണം. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ വേണ്ടി വന്നാൽ കയറ്റാമായിരുന്നിട്ട് ഞങ്ങൾ അത് ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് സാർ. അത് എല്ലാ മതങ്ങളെയും നമ്മൾ മാനിക്കണം. അത് ചെയ്തിട്ടില്ല എന്ന
എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞ എന്താണ്? ആ വീഡിയോ ഞാൻ പൂർണ്ണമായിട്ടും കണ്ടതാ. ഉണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞങ്ങൾ ഒന്ന് വിചാരിച്ചാൽ ഒരു ഫോൺ കോൾ ചെയ്താൽ ഇത്ര ഇതായിട്ട് പെണ്ണുങ്ങളെ ശബരിമല കയറ്റാമെന്നാണ് ആരിഫ് പറഞ്ഞത്. ബാക്കി എന്താ പറയുന്നത്? ബാക്കി എന്താ പറഞ്ഞത്? ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എന്താ? അത്രയും ശേഷി ഉണ്ടായിരുന്നിട്ടും ഡിവൈഎഫ്ഐയും സിപിഎം അത് ശ്രമിച്ചില്ല എന്നല്ല പറഞ്ഞത്. ചെയ്താൽ വിവരം അറിയാം, അതുകൊണ്ടാ ചെയ്യാൻ. അപ്പൊ ചെയ്തില്ല. ഓക്കെ, അപ്പൊ എന്താ നിലപാട്? ആലപ്പുഴ എനിക്ക് പറയാനുള്ളത്, മുഖ്യമന്ത്രി പിന്നെ രാഹുൽ ഗാന്ധിക്ക് എതിരെ പറഞ്ഞത് BJP എതിർക്കുന്നതിലുള്ള കുറവ് കാണിക്കുന്ന. പക്ഷേ രാഹുൽ ഗാന്ധി തിരിച്ചു പറഞ്ഞത് എന്താന്ന് വെച്ചാല് പുള്ളിക്കാരൻ കള്ളനാണ്, പിടിച്ചകത്തിടണമെന്ന് പറഞ്ഞത്. രണ്ട് മുഖ്യമന്ത്രിമാര് പോയത് പോരാ, ഈ മുഖ്യമന്ത്രി എന്തുകൊണ്ടാ ഇടാത്തതെന്നാ. മുഖ്യമന്ത്രി തിരിച്ചു പുള്ളിയോട് ചോദിച്ചത് എന്തുവാ, BJP എതിർക്കുന്നതിൽ പുള്ളി അലംഭാവം കാണിക്കുന്നേ പറഞ്ഞുള്ളൂ. അതിന് തിരിച്ചു പറയുന്നത് അപ്പൊ ഇനി ഇവരുടെ ഈ കോൺഗ്രസിന്റെ ഇത് പ്രകാരം അവര് ജയിച്ചാൽ അപ്പൊ അത് പിന്നോടുള്ള കാര്യമാണല്ലോ എന്ന് പറയാം. ജയിച്ചാല് എന്നല്ലേ പറയുന്നുള്ളൂ. ജയിച്ച് ഈ ആള് മുഖ്യമന്ത്രി ആവുമെന്നും പറഞ്ഞല്ലേ ഇവര് പ്രധാനമന്ത്രി ആവുമെന്നും പറഞ്ഞിരിക്കുമല്ലേ. അപ്പോ അദ്ദേഹം ഈ ആളിനെ ആദ്യം പിടിച്ച് അകത്തിടുമല്ലോ ഈ ചോദിച്ചാൽ. എന്ത് വിശ്വസിക്കുമെന്നുള്ളതാണ് രാഹുൽ ഗാന്ധി. എന്താ നിലപാട്? ഒരു മിനിറ്റ്, ഒച്ചയും വെള്ളം ഉണ്ടാക്കരുത്. ഞാനൊരു പ്രവാസിയാണ്. എനിക്ക് ചോദിക്കാനുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇല്ല, നേതാവിനോടാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രവാസിയായിട്ട് 1993 ഞാൻ പോകുന്ന സമയത്ത്, ഗൾഫിൽ പോകുന്ന സമയത്ത് ഈ ബൈപ്പാസ്, ആലപ്പുഴയുടെ ഞങ്ങളുടെ സ്വപ്നമായ ബൈപ്പാസ് ഇങ്ങനെ കിടക്കുവാണ്. പറയാം, പിതൃത്വം ഏറ്റെടുത്ത് പറയാം, ഞാനാണ് കൊണ്ടുവന്നെന്ന് പറയാം. അത് കഴിഞ്ഞ് ഈ ബൈപ്പാസ് ഇങ്ങനെ കടന്നു. ഞാൻ ഗൾഫിൽ പോയി 17 വർഷവും 4 മാസവും നിന്ന് തിരിച്ചിവിടെ വന്നു. പുന്നപ്പറയിൽ ഞാൻ ഒരു 15 വർഷം കട നടത്തിയതിന് ശേഷം നട്ടലുള്ള കേരളത്തിലെ മന്ത്രി, അതായത് പൊതുമരാമത്ത് വകുപ്പ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി G. സുധാകരനും ആരിഫും കൂടെ ചേർന്നിട്ടാണ് ഈ സംരംഭം തുറന്നത്. പിന്നെ കേന്ദ്രം ഞങ്ങൾക്ക് തന്നെന്ന് പറയാൻ, ഞങ്ങളുടെ ടാക്സ് പൈസ ഞങ്ങൾ ഭിക്ഷയായിട്ട് ആരുടെ ചോദിച്ചു വാങ്ങിക്കുന്നതല്ല. ഞങ്ങളിപ്പം മദ്യപിക്കുന്നവരുണ്ട്, ലോട്ടറി എടുക്കുന്നവരുടെ ഇതിലെല്ലാം ടാക്സ് അടക്കുന്ന. ഞങ്ങൾ ഒരു സാധനം വാങ്ങിച്ചാൽ GST, ഇപ്പോൾ 1000 രൂപയുടെ സാധനം വാങ്ങിച്ചാൽ എത്ര രൂപ ടാക്സ് വരും സാർ? ആ പൈസ ആണ് സാർ ഞങ്ങൾ തിരിച്ചു വയ്ക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ആരുടെയും നരേന്ദ്രമോദിയുടെ ഒരു ടാക്സ് കൊടുക്കുന്ന പൈസ ഉപയോഗിച്ച് KSIDCക്ക് വേണ്ടി അഴിമതി നടത്തി എന്ന ഒരു വിഷയം അന്വേഷിക്കാൻ വരുന്ന ഏജൻസിക്കെതിരെ കോടതി കേസ് പോകുന്നത് ശരിയാണോ? കേസ് പോകുന്നതല്ല. EDക്കെതിരെ കേസ് കൊടുത്തു. 82 ലക്ഷം രൂപയാണ് KSIDC മുടക്കിയത്. അത് നികുതി പണമല്ലേ? ED എന്ന് പറഞ്ഞാൽ കളിപ്പാവല്ലേ സാർ? കളിപ്പാവയാണോ? ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ ഇപ്പൊ ED രാഷ്ട്രീയമായ ഒരു ടൂളാണ് എന്നുള്ളതാണ്. ശരി, ഞാൻ അതിലേക്ക് വരാം.